ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. ഹിന്ദു ഐക്യവേദിയും ശബരിമല അയ്യപ്പ സേവാ സമാജവും ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് സംഘ് ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ചും നടത്തും. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്, ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റ്സ് ആണ്. ശ്രീനന്ദയിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് ശ്രീനന്ദയുണ്ട്. ശ്രീനന്ദ, ഗുഡ് മോർണിംഗ്. ഒട്ടും തന്നെ ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. ഇന്ന് പ്രതിഷേധ മാർച്ചൊപ്പം ധർണ. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് രാഖി പറഞ്ഞതുപോലെ തന്നെ അത്ര ശുഭകരമായ ദിവസങ്ങളൊന്നുമല്ല കടന്നു പോയിക്കൊണ്ടിരുന്നത്. സ്വർണ്ണപ്പാളി വിവാദം, സ്വർണ്ണ കവർച്ച, കട്ടിളപ്പാളി വിവാദം, നിരവധി പ്രശ്നങ്ങളാണ് ശബരിമലയിൽ നിന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ അയ്യപ്പനുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും നിരവധി ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും അവരുടെ കെട്ടിയുള്ള കളി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിന്ന് പോകുന്നത്. ഇതിനെതിരെ നിരവധി സംഘടനകൾ, ജാതിഭേദമന്യേ നിരവധി സംഘടനകളാണ് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചും ധരണയും നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നിരവധി തവണ നിരവധി പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമരമുറകളും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കൂടി യാതൊരുവിധ നടപടികളോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ളൊരു അവർക്ക് അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാനോ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് പറയുന്നത് അതൊന്നും തങ്ങളുടെ പ്രശ്നമല്ല, അതെല്ലാം ഹൈക്കോടതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നൊരു സമീപനത്തിലേക്കാണ് ദേവസ്വം ബോർഡ് കടന്നിരിക്കുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യോഗമുണ്ടായിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉൾപ്പെടെ ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുത്തു. അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് വിജിലൻസ് നൽകിയ റിപ്പോർട്ടൊക്കെ പരിശോധിക്കാനാണ് ഇന്നലെ അവിചാരിതമായ ഒരു മിന്നൽ പരിശോധന എന്ന നിലയിലാണ് ഇന്നലെ SIT അവിടെ എത്തിച്ചേർന്നത്. മാധ്യമങ്ങൾക്ക് പോലും അതിൻ്റെ അറിവ് വളരെ വൈകിയാണ് ലഭിച്ചത്. അപ്പോൾ അത്രയും വലിയൊരു വിവാദം എല്ലാ ജനങ്ങളും ഈ നമ്മുടെ കേരളത്തിനകത്ത് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേരാണ് ശബരിമലയിലേക്ക് മണ്ഡലകാല മകരവിളക്കൊക്കെ ദർശിക്കാനും ഭഗവാനെ ഒന്ന് കാണാനുമായി എത്തിച്ചേർന്നത്. ഇവർക്കെല്ലാവർക്കും ഒരു ഭഗവാൻ എവിടെയാണ്, ഇപ്പോൾ അവിടെ അയ്യപ്പനുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ല എന്നാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്. അതെല്ലാം അവരൊരു കളി രൂപത്തിൽ പറയുന്നെങ്കിൽ കൂടി അവരുടെ ഉള്ളിലുള്ള വിഷമം എന്താണ്, ഭക്തജനത്തിൻ്റെ ഉള്ള വിഷമം എന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഹൈന്ദവ സംഘടനകൾ ധരണയും അതുപോലെ തന്നെ മാർച്ചും നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത്. പാറാവ് വേണ്ട എന്നാണല്ലോ പറയാറ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഹൈന്ദവ സംഘടനകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഹിന്ദു ഐക്യവേദിയും ശബരിമല അയ്യപ്പ സേവാ സമാജവും സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് സംഘ് ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ.